എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മളെ കൂടി വരുന്ന ചിലവുകൾ എങ്ങനെ കുറക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ മാസം ഒരു 10,000 രൂപയുണ്ട്. നമുക്ക് ആ 10,000 രൂപയിൽ നമ്മളുടെ ചിലവ് പിടിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള പൈസ നമ്മളുടെ കയ്യിൽ വെക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. ഒരു 10,000 രൂപയുള്ള ആളുടെ കയ്യിൽ ഒരു 7,000 രൂപ നമ്മളുടെ ചിലവും ബാക്കി 3,000 രൂപ നമ്മളുടെ ഒരു മിച്ചം വെച്ചൊരു ബാലൻസ് ആയിട്ടുള്ളൊരു എമൗണ്ട്. ഈ ഒരു ഇത് നടക്കണമെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ സേവിങ്സ് ഉണ്ടാവില്ല. നമ്മൾ വാടക കൊടുത്ത് നമ്മളുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു പോകും. അപ്പോൾ ചിലവ് കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാധനം ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് KSEB അതിൻ്റെ ചാർജുകളും കാര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് KSEB ആയിട്ടൊരു പ്രതികാര രീതിയിൽ നമുക്ക് ഈ ചിലവ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വിച്ചുകൾ ഇടുന്നത് കുറക്കണം. സ്വിച്ചുകൾ ഇടുമ്പോൾ കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റിന് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിടുക. ഒരു ഹോളിലൊക്കെ ഒരു ലൈറ്റ് തെളിഞ്ഞ് കിടക്കണം. രാത്രി സമയം മാത്രം ലൈറ്റ് ഇടാൻ ശ്രമിക്കുക. പകൽ സമയങ്ങളിലൊന്നും ബൾബുകളൊന്നും തെളിക്കാതിരിക്കുക. ഞാനിപ്പോൾ പുറകിലിട്ടിരിക്കുന്ന ബൾബ് LED ബൾബ് ഞാൻ ഇട്ടിരിക്കുന്നത് എനിക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ മുറിയിൽ ലൈറ്റ് ഇല്ലാത്ത കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം തെളിക്കുന്നതാണ്. നിങ്ങളും അതുപോലെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ സ്വിച്ച് ഇടുകയും ഓഫാക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയുടെ പുറകിൽ കണ്ടോ ആ സ്വിച്ച് കണ്ടോ? ആ സ്വിച്ച് കണ്ടോ? ഇട്ടിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ഇട്ടിട്ടിട്ട് പിടിച്ച് അത് തൊടുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ഓഫ് ചെയ്യും, പിന്നെ തൊടും. അത് അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യണതുകൊണ്ടാണ് ആ സ്വിച്ച് മേൽ ഈ കറുത്ത പാടുകൾ വന്നേക്കണേ. അത് ഇനി അത് തുടയ്ക്കണം. അത് നല്ലൊരു ലിക്വിഡ് മേടിച്ച് തുടച്ചാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. നിങ്ങളും സ്വിച്ചുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാടുകൾ വരും. അത് ഞാനത് ക്ലീൻ ചെയ്യാനിരിക്കുന്നതാണ്. അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്വിച്ചുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ AC ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഫ് ചെയ്യാൻ പറ്റില്ലെന്നോ. എനിക്ക് സ്വന്തമായിട്ട് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം വലിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ AC ഉള്ള വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് AC ആയിട്ട് പരിചയമാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവർ പൈസ കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു സാധാരണ ഒരു മിഡിൽ ഇൻകം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇൻകം, മിഡിൽ ഏജ്ഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിൽ എല്ലാവരും ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിക്കാരാണ് ആ ഫാമിലിയിലുള്ള. ചിലർ റിട്ടയർമെൻ്റ് ആയിട്ടുള്ളവരും അത് കഴിഞ്ഞിട്ടുള്ള ഇതിലൊക്കെ മിക്കവരും മിഡിൽ ഏജ് എന്നൊരു ശരാശരിയായിട്ട് പറയാം ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC രാത്രി മാത്രം ഈ ചൂടുള്ള സമയത്ത് ഉപയോഗിച്ചു. അല്ലാത്ത സമയം AC പകലൊക്കെ ആവുന്ന നേരത്തെ വെളുപ്പിനൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ പൈസ കുറയ്ക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. അങ്ങനെ ബില്ലൊരു മാസം ഒരു 4,000 രൂപ വന്നിരുന്ന ബില്ല് അവർ അടുത്ത മാസം നോക്കി കഴിഞ്ഞപ്പോൾ 2,500 രൂപയെ കറണ്ട് ബില്ല് വന്നിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ 1,500 രൂപയോളം അവിടെ എക്സ്ട്രാ ആയിട്ട് വന്നു. നമ്മൾ AC കൂടുതലായിട്ട് ഓണാക്കി ഇട്ടപ്പോൾ അതിനനുസരിച്ച് എക്സ്ട്രാ ബില്ല് ആ വീട്ടുകാർക്ക് വന്നു. അപ്പോൾ നമ്മൾ AC അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗം കുറയ്ക്കുക. ഇൻഡക്ഷൻ ഇതില്ലേ സ്റ്റൗ, അതിൻ്റെ ഉപയോഗം അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കറണ്ട് വലിക്കും. പിന്നെ തേപ്പൂട്ടി ഇങ്ങനെ ശുമ്മെന്ന് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് വലിക്കുന്ന കറണ്ടിൻ്റെ അളവൊക്കെ കൂടുതലാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചത് ഓഫ് ചെയ്ത് വെക്കുക. അല്ലാതെ ഇങ്ങനെ കുത്തി അത് വെച്ച് കഴിഞ്ഞാൽ ചൂടായി ചിലപ്പോൾ അവിടെ തീപിടുത്തം വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പല വീടുകളും കത്തി നശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ തേപ്പൂട്ടി മര്യാദക്ക് ഉപയോഗിക്കാത്തതിൻ്റെ ചില തെറ്റുകൾ കാരണം പല വീടുകളും കത്തി നശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിൽ വയറിങ് ശരിയാണോ എന്നൊന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ഇതിൻ്റെ വയറിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ വയറിങ്ങിലും ഇടയ്ക്ക് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ആവശ്യമില്ലാതെ വയറിങ്ങിൽ എന്തെങ്കിലും ഫോൾട്ട് വന്ന് കറണ്ട് പോകുന്നുണ്ടോ കൂടി ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതല്ല. ഞാനൊരു സ്വിച്ച് ഇട്ടപ്പോൾ അപ്പുറത്തൊരു സ്വിച്ച് അടിച്ചു പോയി.
അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നിങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ കറണ്ടിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ വ്യത്യാസം കിടന്നാൽ വേറെ ഒരു സ്ഥലത്തെ കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ കിട്ടേണ്ട കറണ്ട് വേറെ മോട്ടറിൻ്റെ അവിടെ സൈഡിൽ കൂടി പുറത്തേക്ക് ആവശ്യമില്ലാണ്ട് കറണ്ടുകൾ നമുക്ക് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാതെ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ തിന്നുന്ന ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിക്കുന്ന ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാണ്. അരി ഭക്ഷണമാണ് നമ്മൾ ഭൂരിഭാഗം പേരും കഴിക്കുന്ന ഭക്ഷണം. അത് ബിരിയാണിയുടെ റൈസ് ആയിക്കോട്ടെ, സാധാരണക്കാരൻ കഴിക്കുന്ന ചോറ്, എല്ലാ കല്യാണത്തിന് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാണ്. അപ്പോൾ നല്ലൊരു അരിക്ക് മിനിമം ഒരു 45-44 രൂപ ഒരു കടയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അരി കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ ഒരു നല്ലൊരു പൈസ വരികയാണ്. ഒരു മാസം ഒരു 20 കിലോ അരി മേടിക്കുമ്പോൾ തന്നെ 440 880 രൂപയോളം നമുക്ക് അങ്ങോട്ട് 850-900 രൂപയുടെ അടുത്തോളം നമുക്ക് അരിയുടെ മാത്രമായിട്ട് ചിലവാകുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് നമുക്ക് പോകാൻ വഴി? ആ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നല്ല ഇനം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ സപ്ലൈക്കോ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വില കുറഞ്ഞ അരികൾ ഗവൺമെൻറ് അരി കൃഷിക്കാരിൽ നിന്ന് ശേഖരിച്ച് അവർ വെക്കുന്നുണ്ട്. അത് നമ്മൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തരുന്നുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, അവർ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം സ്റ്റോർ ചെയ്തിരിക്കുന്ന അരി അല്ലെങ്കിൽ ധാന്യങ്ങൾ അതാത് സമയത്ത് നമുക്ക് റേഷൻ കടകൾ വഴി അല്ലെങ്കിൽ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി, വേറെയുള്ള കേന്ദ്രങ്ങൾ വഴി നമുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ റേഷൻ കടകളിൽ പോയി അന്വേഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല അരികൾ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ അരി ഇല്ലാത്ത സമയത്ത് എന്നിട്ട് റേഷൻ കടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നല്ല അരി വരും, അപ്പം തന്നെ നമ്മൾ അവിടെ പോയി ഒന്ന് മേടിക്കാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ എൻ്റെ പരിചയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ സപ്ലൈകോയിൽ പോയി. സപ്ലൈകോയിൽ നല്ല അരി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ അവിടെ ഉള്ള ആളുകളെല്ലാവരും വന്ന് അത് മേടിച്ചിട്ട് പോകും. സപ്ലൈകോയിലെ അരി ചീത്തയാണോ നല്ലതാണോ എന്നൊന്നും അവർ കുറ്റം പറയുകയോ കാര്യമൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയൂല. അവർ നല്ലത് വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ വന്ന് അവരെല്ലാവരും മേടിച്ച് അപ്പം തന്നെ സാധനം തീർക്കും. അത് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും അവിടെയുള്ള ആളുകളുമായിട്ട് കമ്പനിയായിട്ട് ചേട്ടാ ഇങ്ങനെ അരി വരുമ്പോൾ ഒന്ന് പറയണമെന്ന് കമ്പനിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് പരിചയം വരുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആളുകളുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് നമുക്കിങ്ങനെ അരി കണക്ഷൻ ഉണ്ടാക്കും. അരി കണക്ഷൻ നല്ലതാണത്. അരി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ ഈ പെട്രോളിനും ഡീസലിനും വില കൂടിയ സമയത്തും അരിക്കും വില കൂടിയ ഒരു സമയം ഉണ്ടായിരുന്നു. നല്ല വില, ഒരു 800 രൂപ. അതെനിക്ക് ഒരു ആശ്ചര്യമായിട്ട് തോന്നിയൊരു വിലയാണ് തോന്നിയത്. അവിടുത്തെ 800 രൂപ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ടതാണ്. എനിക്ക് കറക്റ്റ് എത്രത്തോളം ആ വില ഒരു അതിശയോക്തിയായിട്ടാണത് നെറ്റിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അരിക്കൊരു 100 രൂപയിൽ കൂടുതൽ വില വന്നൊരു സമയം ഉണ്ടായിരുന്നു ശ്രീലങ്കയിൽ. അത് നമുക്കൊരു ആലോചിക്കാൻ പറ്റില്ല, 1 കിലോ അരിക്ക് 100 രൂപ എന്നൊക്കെ. പക്ഷേ അത് കാര്യം നമ്മൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അരിക്ക് വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ പൊതുവിതരണ കേന്ദ്രങ്ങളെ കുറച്ചുകൂടി ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. വില കൂടിയ അരി തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു 2 കിലോ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3-4 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ എപ്പോഴും നല്ല അരി കഴിക്കണമെന്ന് നമ്മൾ പിടിവാശി പിടിക്കാതെ റേഷൻ അരികൾ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഗ്യാസിന് പകരം സോളാർ ഉപയോഗിക്കണം. ഗ്യാസ് എപ്പോഴും വേണമെന്ന് പിടിവാശി പിടിക്കരുത്. ഗ്യാസ് ഒരു 810 രൂപയാണ് ഇപ്പോൾ ഒരു ഗ്യാസിന്. അതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു ചാർജും അവരുടെ 30 രൂപ, 840 രൂപയെങ്കിലും ഒരു ഗ്യാസിന് കൊടുക്കണം. അപ്പോൾ അതിന് പകരം നമ്മളൊരു വിറകടുപ്പോ അല്ലെങ്കിൽ ഒരു സോളാർ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. വിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോ ഇതായിട്ടുള്ള നമുക്ക് ബയോ റിസർവിനെയൊക്കെ നമ്മളുടെ മരങ്ങളെയൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടുള്ള വിറകുണ്ടാക്കലായിരിക്കരുത്. അല്ലാതെ നമ്മളുടെ ആവശ്യത്തിന് നമ്മളുടെ ചുറ്റുമുള്ള ഈ ഓല വീഴുന്നതും അതുപോലെയുള്ള ചുള്ളിക്കമ്പ്, അതുപോലെ മടല്, ചിരട്ട, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അടുപ്പിലിട്ട് കത്തിക്കുക.
അതുപോലെ അല്ലാതെ വില കൂടിയ സാധനങ്ങളൊന്നും വില കൊടുത്ത് മേടിക്കാതിരിക്കുക. നമ്മളെ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ആളുകൾ വിറകൊന്നും ഉപയോഗിക്കാണ്ടിട്ടിട്ടുണ്ട്. നമ്മളത് ചെന്ന് അന്വേഷിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പോൾ നമ്മളൊരു ചെറിയ ചാക്ക് അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ പോയി അത് വെട്ടി നുറുക്കി അത് നമ്മളെ ഇതിലാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള വിറക് കിട്ടും. അങ്ങനെ അപ്പം മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ വിറകുകൾ അല്ലെങ്കിൽ ഒരു വിറക് പുര എന്ന് പറഞ്ഞൊരു സാധനം പണ്ടുണ്ടായിരുന്നു വീടുകളിൽ. അപ്പോൾ അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി വിറകുകളൊക്കെ മഴക്ക് മുമ്പ് കാരണവന്മാർ ഒരാളെ നിർത്തി അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വെട്ടി നുറുക്കി ഇത് വിറക് പുരയുടെ അകത്താക്കും. എനിക്കിത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്നിരുന്ന സമയത്ത് അപ്പൂപ്പൻ മഴയ്ക്ക് മുമ്പ് പറമ്പിലുള്ള വെട്ടി നുറുക്കി വെക്കാൻ പറ്റുന്ന ഈ ഓലമടലിൻ്റെയും അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ ഇങ്ങനൊരു ചതുരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വീടിനോട് ചേർന്നൊരു മുറിയാണത്. അവിടെ കൊണ്ടുപോയി നമ്മൾ കൈ കിട്ടുന്ന പറമ്പിലുള്ള മടലുകളൊക്കെ വെട്ടി നുറുക്കി, പിന്നെ ചിരട്ട, അതുപോലെ പൊതിമടൽ, അതുപോലെ എല്ലാ സാധനങ്ങളും പറക്കി അതിൻ്റെ അകത്തിട്ട് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളപ്പോൾ പോയി ആ വിറകുവര തുറന്ന് നമ്മളെടുത്തിങ്ങനെ മാറ്റും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ അതിനകത്ത് പാറ്റയും പഴുതാരയും എട്ടുകാലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വിറക് എടുത്തുകൊണ്ടിരിക്കണം. വിറക് എടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാമ്പും വന്ന് അതിൻ്റെ അകത്ത് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് തുറക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുകയും വേണം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇറച്ചി, മീൻ പോലെയുള്ള സാധനങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇറച്ചി മീനും കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ വില കൂടിയ പച്ചക്കറികൾ അധികം ഉപയോഗിക്കാതിരിക്കുക. പച്ചക്കറി വില കൂടുമ്പോൾ വില കുറഞ്ഞ പച്ചക്കറികൾ മാത്രം ഉപയോഗിക്കുക. ഞങ്ങൾ ഒരു സമയത്ത് പച്ചക്കറികൾ ഒരു കടവിൽ പോയി മേടിക്കുമായിരുന്നു. ആ കടയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ മേടിക്കുമെന്ന് പറഞ്ഞാൽ ചീത്തയാവാൻ സാധ്യത കുറഞ്ഞ പച്ചക്കറികൾ, അതായത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഇതുപോലെയുള്ള പച്ചക്കറികൾ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അതുപോലെ അല്ലാത്ത പച്ചക്കറികളുണ്ട്, തക്കാളി, ലിക്വിഡ് ആയിട്ടുള്ള, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറികളുണ്ട്. ആ പച്ചക്കറികൾ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ അതുപോലുള്ള പച്ചക്കറികൾ ചെയ്യാൻ സാധ്യതയുള്ള കാലാവസ്ഥയാണെങ്കിൽ അത് മേടിക്കാതിരിക്കുക. അല്ലാതെ നമ്മൾ ഖരാംശമുള്ള, അതായത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, പിന്നെ അതുപോലെയുള്ള കട്ടിയുള്ള പച്ചക്കറികളൊക്കെ മേടിച്ച് വെക്കാൻ നോക്കുക. ഇതിനൊക്കെ വില കൂടുമ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പച്ചക്കറിയിലേക്ക് മാറുക. നമ്മൾ ടേസ്റ്റ് വിചാരിച്ച് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് തൂങ്ങരുത്. നമ്മളുടെ ശരീരത്തിന് എല്ലാത്തരം പച്ചക്കറികളും ദഹിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ടേസ്റ്റും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചില സാധനങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് മേടിക്കാതിരിക്കരുത്. ചില ആളുകൾക്ക് ചുരക്ക ഇഷ്ടമാവില്ല. ചുരക്ക പക്ഷേ ശരീരത്തിന് നല്ല സാധനമാണ്, അതിന് വിലയും കുറവാണ്. ചുരക്ക, മത്തങ്ങ, അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. പക്ഷെ ആളുകളത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുക, ഒരു നിർബുദ്ധി തോന്നും, നമുക്കിങ്ങനെ മേടിക്കാനൊരു മടിയൊക്കെ തോന്നും. പക്ഷെ അത് മേടിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ താമസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വാടക കൊടുക്കാണ്ട് നമുക്ക് താമസിക്കാൻ പറ്റും. അതുവഴി നമുക്ക് ലാഭിക്കുന്ന പൈസ ചിലപ്പോൾ അച്ഛനും അമ്മക്ക് നമുക്കൊരു വാടകയായിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് അവരുടെ ചിലവുകളും കാര്യങ്ങൾക്കൊക്കെ നമ്മളോടൊരു പൈസ ചോദിക്കുന്നതിന് പകരം നമ്മൾ അവരുടെ വീട്ടിൽ താമസിക്കുന്നതിന് നമുക്ക് അങ്ങോട്ട് അവർക്ക് കൊടുക്കാം പൈസ. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന പൈസ പുറത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് പാരൻസിന് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആവും. നമ്മൾ വീട്ടിൽ താമസിക്കുന്നു, ഇപ്പോൾ നമ്മളെ കുട്ടികളെ നോക്കാനും അവർ നമ്മളുടെ വീട്ടിലുണ്ടാവും. നമ്മളെ വീടെന്ന് പറഞ്ഞാൽ അവർ പണിയെടുത്തുണ്ടാക്കിയ വീട്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് സമയവും സാവകാശമൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് മിച്ചം വെക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അല്ലാതെ പെട്ടെന്ന് ജോലി കിട്ടുമ്പോൾ തന്നെ ചാടിക്കയറി വീട് വെക്കരുത്. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു നല്ല രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കിയതിന് ശേഷം അത്യാവശ്യം വിവരം ഉണ്ടാക്കണം. ആദ്യം നമ്മൾ കുറച്ച് വിവരമുള്ള ആളുകളുടെ വീഡിയോസൊക്കെ കണ്ട്
അതിനോട് കുറച്ചും കൂടി മുന്നോട്ട് വരണം. പിന്നെ ഇപ്പോൾ വീഡിയോസ് കണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് RBI പറയുന്നത്. അതിന് പകരം നമ്മൾ നമ്മളേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ വീഡിയോസ് അല്ലാണ്ടും അതുപോലെ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആർട്ടിക്കിളും RBI പുറത്തു വിടുന്നുണ്ട്. പിന്നെ അതുപോലെ അല്ലാത്ത ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ജെന്യൂൻ ആയിട്ടുള്ള വേറെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഫിനാൻഷ്യൽ നമുക്ക് ഗൈഡ് ലൈൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ വായിച്ച് നമ്മളുടേതായിട്ടൊരു നോളജ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ സാലറി കിട്ടുമ്പോൾ തന്നെ ലോൺ, ചേട്ടാ എനിക്ക് ലോൺ വേണം, എനിക്കൊരു വീട് വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വീട് വെക്കരുത്. വീട് വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുമ്പോഴാണ് വീട് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പാരൻസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ താമസിച്ച് കുറച്ച് നമ്മൾ ആ പൈസ ചെറിയൊരു പൈസ എമൗണ്ട് അവർക്ക് ഒരു വാടക പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദോഷം വരില്ല. നമ്മളെ ജീവിതകാലം മൊത്തം അവർ നമ്മളെ നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടൊരു സഹായമായിട്ട് അവർക്കും നല്ലൊരു ഉപയോഗമായിട്ട് വരും. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതായത് നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ നമ്മൾ 2 വീലറും 4 വീലറും ഒക്കെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും സ്വന്തമായിട്ട് ഉണ്ടാവും. ജോലി കിട്ടുമ്പോൾ ആദ്യം ചാടി കയറി എടുക്കുന്നത് എനിക്ക് 2 വീലർ വേണം, യാത്ര ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് നമുക്ക് പബ്ലിക്കായിട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ, അവിടെ ഒരു ബസ് സർവീസ് ഉള്ള നല്ലൊരു റൂട്ടാണെങ്കിൽ അത് ഉപയോഗിക്കാൻ നോക്കാം. അത് പ്രൈവറ്റ് ആണെങ്കിലും അതെ, ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും അതെ, KSRTC ആണെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ നോക്കുക. അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല, നമ്മളുടെ റൂട്ടിൽ കറക്റ്റായിട്ട് ബസ് വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ 2 വീലറിനെ കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ 4 വീലർ ഉപയോഗിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം ഈ വണ്ടി മേടിക്കുക, അല്ലാതെ വണ്ടി മേടിച്ച് കയ്യിലിരിക്കുന്ന പൈസ കളയാതിരിക്കുക. പിന്നെ പറമ്പിലുള്ള പച്ചക്കറികളും അതുപോലെ തേങ്ങ അടക്ക് മറ്റുപഭോഗ വസ്തുക്കൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നമ്മളുടെ പറമ്പിൽ വീഴുന്ന തേങ്ങയൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കാൻ ചിലർക്കൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ ഇപ്പോൾ തേങ്ങയ്ക്കും സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന സമയത്ത് നമ്മൾ ഈ പറമ്പിൽ വീഴുന്നത് നമ്മൾ പെറുക്കിയെടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് മുളച്ച് നശിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ പറമ്പിൽ എന്തൊക്കെ മരങ്ങളും കാര്യങ്ങളും അതിലുണ്ടാകുന്ന കായ്ക്കളും എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ അവിടെ പറമ്പിൽ നടന്നിങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെങ്ങുകൾ കൂടുതലായിട്ട് വെട്ടി നശിപ്പിച്ച് ഇപ്പോൾ സാധനം കിട്ടാതായി കഴിയുമ്പോൾ സാധനത്തിന് വിലയും കൂടി. അപ്പോൾ പുതിയതായിട്ട് ജനിതക മാറ്റം വരുത്തിയ തെങ്ങുകളുണ്ട്. അപ്പോൾ പൊക്കം കുറഞ്ഞ തെങ്ങുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. പെട്ടെന്ന് വളർന്നു വരാൻ ചാൻസ് ഉള്ള ടിഷ്യൂ കൾച്ചർ രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഈ തെങ്ങുകളാണ്. അവ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വെള്ളം അതിന് സമയത്ത് ഇട്ട് കൊടുക്കണം എന്നുള്ളൂ. ആ സമയം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പിടിച്ച് നല്ല രീതിയിൽ വളർന്നു വരും. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഭാവിയിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ഉപയോഗപ്പെടുന്നത് നമ്മളുടെ അടുത്ത തലമുറയൊക്കെ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ ഫലം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ഭാവിയിലുള്ള തലമുറയ്ക്കായിരിക്കും അതുകൊണ്ട് ഉപയോഗം വരാൻ പോകുന്നത്. ഇപ്പോൾ 490 രൂപ വെളിച്ചെണ്ണയ്ക്ക് വന്ന സാധനത്തിന് 1000 രൂപ വരെയൊക്കെ വെളിച്ചെണ്ണയ്ക്ക് വില വന്നു കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അതിന് പ്രതിവിധിയായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് തെങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി വരുന്ന തലമുറയ്ക്ക് ആ പൈസ കുറച്ചും കൂടി ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. നമുക്കും ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് വളർന്ന് വലുതാവുന്ന കായ്ക്കുന്ന തെങ്ങുകൾ, അല്ലെങ്കിൽ 6 വർഷം കൊണ്ടൊക്കെ വലുതായി വരുന്ന തെങ്ങുകളുണ്ടെങ്കിൽ ആ തെങ്ങുകൾ വളർത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തേങ്ങയ്ക്ക് കൊടുക്കുന്ന വില നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ കിണറുണ്ടെങ്കിൽ കിണറ്റിലെ വെള്ളം കുടിക്കാൻ നോക്കുക. ക്ലീൻ ചെയ്ത് കിണർ ഉപയോഗിക്കാൻ നോക്കുക. അതായത് നമ്മളിപ്പോൾ വെള്ളത്തിന് പുറത്തുനിന്ന് പൈസ കൊടുത്ത് നമ്മളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഈ കയ്യിൽ നിന്നോ പ്രൈവറ്റായിട്ടോ വെള്ളം മേടിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. കിണറ്റിൽ നിന്ന് നല്ല ശുദ്ധമായിട്ടുള്ള ജലം കിട്ടുന്നുണ്ടെങ്കിൽ മലിനീകരണമില്ലാത്ത വെള്ളം അത് പരമാവധി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുക. ഞാനൊരു 1, 2, 3, 4, 5, 6 വർഷത്തോളം ഞാൻ കിണറ്റിലെ വെള്ളം കുടിച്ചിരുന്ന ആളാണ്. ഞാൻ കിണറ്റിലെ വെള്ളം കുടിക്കുമ്പോഴും പുറത്ത് നമ്മൾ പമ്പ് വഴി നമുക്ക് അടിച്ച് ഗവൺമെൻറ്റിൻ്റെ ആ സംവിധാനം വഴി കിട്ടുന്ന വെള്ളം കുടിച്ചപ്പോൾ 2 വെള്ളത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പമ്പ് വഴി അടിച്ച് കിട്ടിയ വെള്ളത്തിന് ഒരു
ക്ലോറിൻ്റെ ചുവയും അതുപോലെ ക്ലോറിൻ്റെ ചുവ മാറിക്കഴിഞ്ഞിട്ടും ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പലതരം വെള്ളം കുടിച്ച് നോക്കിയാലേ വെള്ളത്തിന് ടേസ്റ്റ് നമുക്ക് വ്യത്യാസം. വെള്ളത്തിന് ആളുകൾ പറയും ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും വെള്ളത്തിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി അനുസരിച്ച് വെള്ളത്തിന് ഇപ്പോൾ കുപ്പിയിൽ വിൽക്കുമ്പോഴും അതിൻ്റെ വിലയും വ്യത്യാസമുണ്ട്. നല്ല ഇനം വെള്ളത്തിന് വിലയും കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിണറുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് അതിൽ വേസ്റ്റ് ഇടാതെ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബര വസ്ത്രങ്ങൾ അധികം മേടിച്ച് കൂട്ടാതിരിക്കുക. നമ്മളൊരു സാധാരണ ഒരു വരുമാനമുള്ള ആളാണെങ്കിൽ അധികം വരുമാനമുള്ള സാധനങ്ങളൊന്നും മേടിച്ച് കൂട്ടാതിരിക്കുക. വില കൂടിയ മൊബൈൽ, പിന്നെ അതുപോലെ വില കൂടിയ വസ്ത്രങ്ങൾ അതൊക്കെ മേടിച്ച് കൂട്ടാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള ട്രാക്ക് സൂട്ടോ അതുപോലുള്ള നമുക്ക് നിത്യം ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക. ഒരു ഷൂസ് മേടിക്കുക, ഒരു സ്പോർട്സ് ഷൂ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഷൂ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആ പ്രൊഫഷണൽ എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ചു സൂക്ഷിക്കുക. അല്ലാതെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് സാധനവും അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതായി പോകും. ഞാനിപ്പോൾ ഈ 2 പേന മേടിച്ചു. ഈ പേന മേടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റീഫിൽ തീർന്നിട്ട് ഞാൻ ഈ പേന മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റീഫിൽ മാറ്റുന്നതിന് പകരം ഞാൻ ഈ പേന ഇങ്ങനെ ഇട്ടിട്ട് പുതിയ പേന മേടിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ റീഫിൽ മാറ്റിയാൽ മതിയായിരുന്നു. ഇതിനൊരു 7 രൂപ 5 രൂപയായിട്ടാണ് ഇതിൻ്റെ ഒരു റീഫിലിന്. 8 രൂപയായിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടെ ഇതിൻ്റെ വില. ആ റീഫിലിനാണ് ഒരു പേനയുടെ ഭൂരിഭാഗം പൈസ ചിലവാകുന്നത് മേടിക്കാൻ. പക്ഷേ ആളുകൾ അതിന് പകരം ഒരു പേന തന്നെ മേടിക്കുകയാണ്. പക്ഷേ അതിന് പകരം നമ്മളൊരു റീഫിൽ മേടിച്ച് കഴിഞ്ഞാൽ ഒരു പേന നമുക്ക് വളരെയധികം കാലം ഉപയോഗിക്കാൻ പറ്റും. റീഫിലുകൾ ഇപ്പോഴും കടകളിൽ വിൽക്കുന്നുണ്ട്. അത് പേന വിൽക്കുന്ന കടകളിൽ, വലിയ കടകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ചെറിയ കടകളിൽ എനിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീഫിൽ മേടിച്ച് വയ്ക്കുന്ന സമ്പ്രദായം കുറഞ്ഞു വരികയാണ്. അങ്ങനെയും ചിലവുകൾ കുറക്കാം. ചിലപ്പോൾ 2 രൂപയൊക്കെ ലാഭം കിട്ടുകയുള്ളൂ ഒരു റീഫിൽ മേടിക്കുമ്പോൾ. പിന്നെ നമ്മൾ നിത്യവും നമ്മളുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിലകൾ കുറയ്ക്കാൻ പറ്റും. അതായത് ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പുട്ട് കഴിക്കാൻ വേണ്ടി ഞാലിപ്പൂവൻ തന്നെ വേണമെന്നില്ല, ചീങ്ങമ്പഴം ഉപയോഗിച്ചാലും മതി. ചീങ്ങമ്പഴത്തിന് വില കുറവാണ്. ഞാലിപ്പൂവൻ ഇപ്പോൾ 80 രൂപ കൂടുതൽ വരുന്ന, ഞാൻ കടയിൽ ചോദിച്ചത് 80 രൂപയെന്ന് പറഞ്ഞു. 80-83 രൂപ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട് ഞാലിപ്പൂവൻ. അതുകൊണ്ട് ഞാലിപ്പൂവൻ മേടിക്കാറില്ല. പുരാതന സമയം ചിങ്ങമ്പഴം, ചില സമയങ്ങളിൽ പഴംപൊരി ഉണ്ടാക്കാൻ ഏത്തപ്പഴം മേടിക്കും. അല്ലാതെ നമ്മൾ വേറെ പഴങ്ങളൊന്നും ഉപയോഗിക്കില്ല. ആപ്പിൾ, ഓറഞ്ച് അതുപോലുള്ള പഴങ്ങൾ നമ്മൾ സീസൺ ഉള്ളപ്പോൾ മാത്രം മേടിച്ച് കഴിക്കുക. അല്ലാതെ സീസൺ അല്ലാത്ത സമയത്ത് പോയി കടയിൽ ചെന്ന് മേടിച്ചിട്ട് ചേട്ടാ വില കൂടിപ്പോയല്ലോ ഒന്ന് കുറച്ച് തന്നൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരൻ ഇങ്ങനെ ഒരു തുറിച്ചിരും ഇങ്ങനെ നോക്കും. അത് കടക്കാരൻ്റെ കുഴപ്പമല്ല. നമ്മൾ വില സീസണുള്ള സമയത്ത് സാധനങ്ങൾക്ക് വില കുറയും. പ്രൊഡക്ഷൻ കൂടിക്കഴിയുമ്പോൾ അത് വിൽക്കാനാണ് ആളുകൾ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സവാള, തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി, മുളക്, ചീര, പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന കുറേ സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക സീസണിൽ അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ 100 രൂപയ്ക്ക് 4 കിലോ എന്ന് പറഞ്ഞ് വിൽക്കുന്ന നിങ്ങൾ വഴിയിലിട്ട് കണ്ടിട്ടുണ്ടാകും. ചില സമയത്ത് ക്യാരറ്റ് 4 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ എന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ടാവും. ആ സമയത്ത് മേടിക്കുന്നവന് കുഴപ്പമില്ല. 1 കിലോ മേടിച്ച് കഴിഞ്ഞാൽ 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ ക്യാരറ്റ് കിട്ടും. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നത്. അങ്ങനെയുള്ള സമയങ്ങൾ നോക്കി നമ്മൾ പ്രൊഡക്ഷൻ കൂടുതലുള്ള സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കുക വില കുറച്ച്. അല്ലാതെ പിന്നെ വില കുറവുള്ള സമയങ്ങളിൽ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് ചീത്തയാവാൻ ചാൻസ് കുറവുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കുക. ചീത്തയാവാൻ ചാൻസ് കുറവുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കുക. അല്ലാതെ ചീത്തയാവാൻ സാധ്യത കൂടുതലുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കരുത്. അതായത് വീട്ടിൽ നെയ്യ് പോലെയുള്ള സാധനങ്ങൾ ഒരു പരിധി വരെ നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഇരുന്നോളും. ഒരു
കുറച്ച് കാലം അങ്ങനെ ചീത്തയാവാതിരുന്നോളും നെയ്യ് പോലെയുള്ള സാധനങ്ങൾ. പക്ഷേ ചില സാധനങ്ങളുണ്ട് നമ്മളിങ്ങനെ കുപ്പിയിലിട്ട് വരുന്ന സാധനങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർത്തില്ലെങ്കിൽ അത് പിന്നെ അതിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുപോലുള്ള പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിച്ച് മേടിക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നിരീക്ഷണം നടത്തിയപ്പോൾ ഞാൻ പരമാവധി ചിലവ് കുറയ്ക്കാൻ നോക്കിയപ്പോൾ നടന്ന ഒരു സംഗതിയാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഏതൊക്കെ സ്ഥലത്ത് ചിലവ് കുറയ്ക്കാൻ പറ്റി എന്ന് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാനുണ്ട്. റേഷൻ കടയിൽ ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചപ്പോൾ അവിടെ ഞാൻ അരി മാത്രമല്ല മേടിക്കാൻ പോയിരിക്കുന്നത്, അവിടെ ഞാൻ ആട്ടയും മേടിക്കാനുണ്ട്. നേരത്തെ എനിക്ക് മണ്ണെണ്ണ കിട്ടുമായിരുന്നു, പക്ഷേ ഏപ്പിലായതുകൊണ്ട് മണ്ണെണ്ണ കിട്ടുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ആട്ട കിട്ടും റേഷൻ കടയിൽ. പിന്നെ ചില സമയത്ത് ഗോതമ്പ് കിട്ടും. വില ഏപ്പിലായതുകൊണ്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കുറച്ച് പുറത്തെ കടകളിൽ നിന്ന് നല്ല വിലയിലും ഇത്തിരി വില കുറച്ച് നമുക്ക് കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില നീക്കുപോക്കുകളൊക്കെ ചെയ്ത് ഒരു കാരുണ്യം തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ച് ഗോതമ്പൊക്കെ തരും, പൈസ കുറച്ച് വ്യത്യാസത്തിൽ. അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കും. നമ്മൾ ഗവൺമെൻറ് നമുക്ക് വേണ്ടി തരുന്ന ധാന്യങ്ങൾ, അത് ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ടുള്ളതാണ്, അത് മേടിക്കാതിരിക്കരുത്. പഞ്ചസാരയും അതുപോലെ ഇടയ്ക്ക് ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ ഒക്കെ നമുക്കിങ്ങനെ റേഷൻ കട വഴി സപ്ലൈക്കോ വഴി കിട്ടുന്നുണ്ട്, അത് മേടിക്കാതിരിക്കരുത്. അതുപോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളിലുള്ള സാധനങ്ങളും മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. പരമാവധി ജനറൽ ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പോയി മരുന്ന് മേടിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിൽ പോയി തന്നെ ചിലവാക്കണം. നിങ്ങളുടെ സമയം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി പൈസ ചിലവാക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ സമയം നമുക്ക് കിട്ടില്ല, നമ്മളുടെ സൗകര്യത്തിന് അവർ നിൽക്കില്ല. അവരുടെ ഉള്ള പേഷ്യൻസിനും കാര്യങ്ങളും ഒക്കെ വളരെ വലിയൊരു സാമൂഹികമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അവർ വലുതായിട്ടുള്ളൊരു ആളുകളുടെ എണ്ണം കൂടുതലും ഉണ്ട്. നമ്മളും അവിടെ ചെല്ലുമ്പോൾ പിന്നെയും എണ്ണം കൂടുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സമയം നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കാൻ അവരുടെ കയ്യിലൊരു സമയം ഉണ്ടാവില്ല, അവിടുത്തെ ഡോക്ടർമാർക്കും അവിടുത്തെ എംപ്ലോയീസിനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈസ ചിലവാക്കി പ്രൈവറ്റിൽ പോകുന്നതായിരിക്കും നിങ്ങളുടെ സമയത്തിന് നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.